അസ്സലാമു അലൈക്കും. അല്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ വലൈക്കും മൈക്കും സലാം. ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. നമുക്ക് പെട്ടെന്ന് ചർച്ചകൾ നടക്കാണ്ടുണ്ട്, വെബിനാർ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, മൈക്കൊന്ന് ഓഫ് ചെയ്യുക. പിന്നെ ദുആകൾക്കും അതേപോലെ തന്നെ സലാമുകൾക്കുള്ള മറുപടികളൊക്കെ എന്ത് ചെയ്യാം, മൈക്ക് ഓഫ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുതിയ നൂതനമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ SNEC എന്ന് ഹലോ. പറയുന്നത്. അപ്പോൾ നമ്മുടെ സംവിധാനത്തിൻ്റെ പുതിയ ഈ വർഷത്തെ ഈ ഒരു അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, എൻട്രൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വെബിനാറാണ്. SNECയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SNEC സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അഥവാ SSOയും സുപ്രഭാതവും സംയുക്തമായി നടത്തുന്ന വെബിനാറാണ്. അപ്പോൾ എല്ലാവരെയും സംഗമത്തിലേക്ക് ആദ്യമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എന്താണ് SNEC എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനം, എന്താണ് സനായിയ എന്ന് പറയുന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ലൈഫ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ എക്സാം രീതി, അതേപോലെ തന്നെ കരിക്കുലം രീതി എങ്ങനെയാണ്, കരിക്കുലം രീതി എങ്ങനെയാണ്, ഇപ്പം ഞാനുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന SNECയുടെ വിദ്യാർത്ഥി പടയണിയായ SSO എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്നെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാഥമികമായി ദുആ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സംഗമത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട SNECയുടെ അക്കാദമിക് കൗൺസിൽ ചെയർമാനായിട്ടുള്ള സലാം ബാക്കി ഉസ്താദാണ് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് നമുക്ക് പോകുന്നത്. അപ്പോൾ ഉസ്താദ് ഇപ്പം നിലവിൽ ജോയിൻ ചെയ്തിട്ടില്ല, ചെറിയ അസാന്നിധ്യം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജോയിൻ ചെയ്യാൻ, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇനി ഇനാഗ്രേഷൻ സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ SNECയുടെ അക്കാദമിക് കൗൺസിൽ ചെയർമാനായിട്ടുള്ള സലാം ബാക്കി ഉസ്താദ് കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട SSOയുടെ അഥവാ SNECയുടെ വിദ്യാർത്ഥി സംഘടനയായ SSO സംഘടിപ്പിച്ചതിൽ വലിയ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. ഇതിന്റെ ഉദ്ദേശം, ഈ സംഗമത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ സന്ദർഭം നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളൊക്കെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ ചേരണം എന്നുള്ളതൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്ന, അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ, അതിനെ സംബന്ധിച്ചൊക്കെ അതിന്റെ സാധ്യതകളൊക്കെ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ അവസരത്തിൽ പലതരത്തിലുള്ള അറിവുകൾ ഇവിടെ ഉണ്ട്. എല്ലാ അറിവുകളും കൂടിയാലും അതൊക്കെ ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു പക്ഷി കൊത്തിയെടുക്കുന്നത് അത്ര പോലും ഇല്ല എന്നതാണ് വസ്തുത. ഈ വിശാലമായ അറിവിന്റെ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് തിരഞ്ഞെടുക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ പഠിക്കുന്ന അറിവ് തന്നെ എവിടെ നിന്ന് നേടണം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വാസികൾ, ഈമാനുള്ള ആളുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ചും പാരത്രിക ലോകത്തെ സംബന്ധിച്ചും ബോധമുള്ള ആളുകളൊക്കെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ പഠന സംവിധാനത്തെ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇൽമ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നാഫിയായ ഇൽമാണെങ്കിൽ, ഉപകാരപ്രദമായ ഇൽമാണെങ്കിൽ അത് അങ്ങേയറ്റം ശ്ലാഘനീയവും പ്രതിഫലാർഹവുമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് നാം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സലുല്ലാഹ ഇൽമൻ നാഫിയ വസ്തഈദു ബിഹി മിൻ ഇൽമിൻ ലാ യൻഫ. അള്ളാഹുവിനോട് നിങ്ങൾ ഉപകാരപ്രദമായ അറിവ് നിങ്ങൾ തേടുക, അത് നേടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുക. എന്നാൽ അള്ളാഹുവിനോട് നിങ്ങൾ കാവൽ തേടണം ഉപകാരപ്രദമല്ലാത്ത അറിവിനെ തൊട്ട്. അപ്പോ എന്ത് ഇൽമും എവിടെന്നും ഇൽമല്ലേ എന്ന് പറഞ്ഞ് തേടാൻ പറ്റില്ല. ഉപകാരപ്രദമല്ലാത്ത ഇൽമിനെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം, അതിനെ തൊട്ട് സൂക്ഷിക്കണം, അള്ളാഹുവിനോട് അതിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോ ഈ ഉപകാരപ്രദമല്ലാത്ത ഇൽമ് നേടുന്നത് അപകടമാണ് എന്ന് കൂടെ ആ ഹദീസ് അല്ലെങ്കിൽ ആ പ്രാർത്ഥന സൂചിപ്പിക്കുകയാണ്. അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഉപകാരപ്രദമായ ഇൽമ് അല്ല എങ്കിൽ അത് മനുഷ്യനെ അഹങ്കാരിയും വേണ്ടാവൃത്തിയിലേക്ക് നയിക്കുന്നവനുമൊക്കെ ആക്കി മാറ്റും. അതുകൊണ്ട് ഈ ഇൽമ് ഉപകാരപ്രദമാവണം. ഉപകാരപ്രദമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിനും നാടിനും വ്യക്തിക്കും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്രദമാകണം. എന്നാൽ അതിലേറെ അള്ളാഹുവിന്റെ അടുത്ത് ഉപകാരപ്രദമായിരിക്കണം, ആഖിറത്തിൽ ഉപകാരപ്രദമായിരിക്കണം. അതെങ്ങനെയാണ് നേടാൻ കഴിയുക? അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നൽകുന്ന അറിവ് ആവുക എന്നുള്ളതാണ്. ഏതൊരു അറിവാണെങ്കിലും, അത് ശാസ്ത്രമായാലും ശരി അല്ലാത്തതായാലും ശരി, മതപരമായ ഇൽമാവട്ടെ, ഇന്ന് നമ്മൾ മതം ഭൗതികം എന്ന് പറഞ്ഞ് ഇങ്ങനെ തരംതിരിക്കാറുണ്ടല്ലോ, അതേതായാലും അതൊരു ഇലാഹിയായ ബോധം നൽകുന്ന വിധത്തിലാണ് അതൊക്കെ നൽകപ്പെടുന്നതും അത് പഠിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതുമെങ്കിൽ അതൊക്കെ മതപരമാണ്, അതൊക്കെ നാഫിയാണ്, അതൊക്കെ ഉപകാരപ്രദമാണ്. എന്നാൽ മതപരമായ ഇൽമാണെങ്കിൽ പോലും അച്ചടക്കവും ഇലാഹി ബോധവും ഒന്നും ഇല്ലാത്ത രൂപത്തിലാണ് അതിന് നൽകപ്പെടുന്നതെങ്കിൽ അത് നാഫി അല്ല. അതാണ് ചുരുക്കം. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊക്കെ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തട്ടുന്ന അറിവാണ്. അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തെയും തവാളുവിനെയും വിനയത്തെയും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്ന അറിവാണ് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ നിലക്കുള്ള ഇൽമ സമ്പാദിക്കുക എന്നത് വളരെ പ്രധാനമാണ്, അത് പുണ്യകർമ്മമാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതുകൊണ്ട് തന്നെ പഠിക്കണം. ഈ അറിവ് കൊണ്ടാണ് നമുക്ക് ഉയരാൻ കഴിയുക, ആത്മീയമായി ഉയരാൻ കഴിയുക, ഭൗതികമായി ഉയരാൻ കഴിയുക. എല്ലാ അർത്ഥത്തിലും ഉയരണമെങ്കിൽ അറിവ് വേണം. അറിവില്ലാത്തൊരു സമൂഹം എന്നും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ അവനുണ്ടാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ആദ്യകാലം മുതൽക്ക് തന്നെ ഏറ്റവും കാര്യമായി റസൂലുള്ള ഉണ്ടാക്കിയ വിപ്ലവം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഭക്ഷണത്തിനും ദാഹിക്കുന്ന മനുഷ്യന് വെള്ളത്തിന് കൊതിക്കുന്നതിനേക്കാൾ അപ്പുറം ഇൽമിന് കൊതിക്കുന്ന, അതിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹത്തെ, വിജ്ഞാനദാഹികളായ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിജ്ഞാനദാഹികളായി അവര് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയും അവർ പഠിച്ചു. അങ്ങനെ ലോകത്ത് വിജ്ഞാനത്തെ വ്യാപിപ്പിക്കുന്നതിൽ അവര് അതിശക്തമായ പങ്ക് വഹിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കി എന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ, പരിശുദ്ധമായ ദീനിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ആളുകളുണ്ട്. മാത്രമല്ല ഞാൻ യാത്രയിലുമാണ്, അപ്പൊ ഏത് സമയത്തും നെറ്റ് ഛേദിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ഈ നേടുന്ന ഇൽമ് എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്? അതിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. ആരിൽ നിന്നായിരിക്കണം പഠിക്കേണ്ടത്? മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ദീനാണ്. ദീനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദീനിനെ ഉണ്ടാക്കുന്നതും ഇല്ലാതെയാക്കുന്നതും ഈ ഇൽമാണ്. ശരിയായ രൂപത്തിലാണെങ്കിൽ അത് ദീനും അച്ചടക്കവും ഒക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതൊക്കെ ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് ഫൻളുറു അമ്മൻ തഖുദൂന ദീനക്കും, ആരിൽ നിന്നാണ് നിങ്ങൾ ഇൽമ പഠിക്കുന്നത് എന്ന് നോക്കണം. ആ സംവിധാനം സംബന്ധിച്ച് കൃത്യമായ ബോധം ഉണ്ടാവണം. ഇതൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നമുക്കറിയാം 100 വർഷക്കാലമായി സമുദായത്തിന്റെ, നമ്മുടെയൊക്കെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട്
നമ്മുടെ ഈമാൻ സംരക്ഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പതറിപ്പോവാതെ സമൂഹത്തിന്റെ വിശ്വാസത്തെ സംരക്ഷിച്ച നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് നമ്മുടെ എല്ലാവിധ പുരോഗതിക്ക് വേണ്ടി വിവിധ ശാഖകളിലൂടെ വിവിധ കീഴ്ഘടകങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ 100ാം വാർഷികത്തിന്റെ ഉപഹാരമായി ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ദേശീയ പദ്ധതിയാണ് SNEC. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരു ദേശീയ പദ്ധതിയാണ്. അതിന്റെ തുടക്കം മുതൽ തന്നെ അത് ദേശീയ പദ്ധതിയാണ്. അതിൽ കേരളത്തിൽ സ്വാഭാവികമായും ഒരുപാട് സ്ഥാപനങ്ങൾ അതിന്റെ കൂടെ ഉണ്ട്. എന്നാൽ മാത്രമല്ല, ദേശീയ പദ്ധതിയായി അത് കൂടുതൽ വികസിക്കണമെങ്കിൽ അതിനാവശ്യമായ ആളുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം, അതിന് പറ്റുന്ന വിധത്തിൽ നമ്മുടേതായ കാഴ്ചപ്പാടനുസരിച്ച്. അപ്പൊ അതിന് ആവശ്യമായ സംവിധാനം ആദ്യം കേരളത്തിൽ വിപുലമായി നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഈ സംവിധാനം ഇൻഷാ അള്ളാഹ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഡൽഹിയിലും അങ്ങനെ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും അതിന്റെ സ്വാധീനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വളരാൻ വേണ്ടി മഹാന്മാരായ സമസ്തയുടെ നേതാക്കൾ തയ്യാർ ചെയ്ത ഒരു ബൃഹത്തായ സംവിധാനമാണ് SNEC എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ പഠിക്കണം, എന്നിട്ട് അവര് ഈ വലിയ പുരോഗമന പ്രവർത്തനത്തിന്റെ ഈ ഇന്ത്യ ഒട്ടുക്കും വ്യാപിക്കാൻ നിൽക്കുന്ന ഈ വിശാലമായ ഈ വൈജ്ഞാനിക സാംസ്കാരിക നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവണം. അപ്പൊ അതിന് പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിന്റെ 3 സ്ട്രീമുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കൽ കഴിഞ്ഞു. അത് വളരെ വിജയകരമായി അത് 16ാം തീയതി പരിസമാപ്തി പ്രാപിച്ചു. ഇനി ഇൻഷാ അള്ളാഹ് 21ാം തീയതി എൻട്രൻസ് പരീക്ഷ നടക്കാൻ പോവാണ്. എന്നാൽ അതിന്റെ ബാക്കിയുള്ള 3 സ്ട്രീമുകളിലേക്ക് ഉള്ള അപേക്ഷ നൽകേണ്ടുന്ന അഡ്മിഷൻ ക്യാമ്പയിൻ നടക്കേണ്ടുന്ന സമയമാണിത്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തി പരമാവധി സന്ദേശം നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ മക്കളിലേക്ക് എത്തിച്ച് ഇതിന്റെ ഭാഗമായി നല്ല നിലക്ക് പഠിച്ച് ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അന്തസ്സും അഭിമാനവും ഉള്ളവരും നമുക്കൊക്കെ സന്തോഷം നൽകുന്നവരുമായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സമസ്തക്കൊപ്പം നിന്ന് നമുക്ക് പ്രവർത്തിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരുത്തുക എന്നത് സമസ്ത വളരെ വിജയകരമായി നടപ്പിലാക്കി. പിന്നീട് മുൻഗണനാ പോസ്റ്റ് നൽകി അപ്പോ മുൻഗണനാ ക്രമങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ മുൻഗണനാ പാലിച്ചു. വിദ്യാഭ്യാസമാണെങ്കിൽ പിന്നീട് പിന്നെ കോളേജ് വിദ്യാഭ്യാസം, പിന്നെ അത് യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള വിദ്യാഭ്യാസം, പിന്നീട് ഭൗതിക വിദ്യാഭ്യാസ മേഖല, പിന്നീട് സ്ത്രീ വിദ്യാഭ്യാസ മേഖല, അങ്ങനെ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമായ വിദ്യാഭ്യാസ ശ്രമങ്ങളുടെ എല്ലാം കടിഞ്ഞാൺ യുടെ കൈകളിലായിരുന്നു. അത് ഭൗതികമായ സന്നാഹങ്ങളുടെയോ സ്രോതസ്സുകളുടെയോ റിസോഴ്സുകളുടെയോ ഒന്നും പിൻബലത്തിലായിരുന്നില്ല. ആത്മസമർപ്പണമുള്ള നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു തആല നൽകിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് മാത്രമാണ് അതൊക്കെ സാധ്യമായത്. അതിന്റെ തുടർച്ചയിലാണ് അതിന്റെ 100ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലക്ക് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യത്യസ്ത കോഴ്സുകൾ, കേരളത്തിൽ തന്നെ പിന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ SNEC, ശരിയാഷി, ലൈഫ്, ഈ 3 സ്ട്രീമുകൾ വളരെ വിജയകരമായിട്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഒരു വർഷം കൊണ്ട് ഒരു 10-20 വർഷത്തിന്റെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. കർണാടക മുതൽ ആലപ്പുഴ വരെയുള്ള കേരളത്തിലും കേരളേതര സംസ്ഥാനങ്ങളിലും ഒക്കെ
നിങ്ങൾ എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് SNEC-യുടെ പ്രഖ്യാപനമായി. SNEC-യുടെ ബിരുദനാമങ്ങളായ സനാഇയ എന്നീ ബിരുദനാമങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അപ്പോ ഈ യഥാർത്ഥത്തിൽ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ ബിരുദങ്ങളും അല്ലെങ്കിൽ ഓരോ കോഴ്സുകളും പിന്നീട് സമൂഹം അതിനെ ഏറ്റെടുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഒരു വർഷം കൊണ്ട് തന്നെ സനാഇ നമ്മുടെ സവിശേഷമായ കോഴ്സുകളെ ജനം ഏറ്റെടുക്കുകയാണ്. ഇതിനെ ഏറ്റെടുക്കുന്നതിന്റെ പിന്നിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒന്നാമത്തെ കാര്യം ആ മതവിദ്യാഭ്യാസം നൽകുന്നവർ ആര് എന്നതാണ്. പരിശുദ്ധമായ ദീൻ ആരിൽ നിന്ന് പഠിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. മഹാനായ ആളുകൾ പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങൾ പഠിക്കുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ അല്ല, അത് നിങ്ങളുടെ ദീനാണ്. ആ ദീൻ പരിശുദ്ധമായ ദീന് പഠിക്കുന്ന ആളുകൾ ഒന്നാമതായിട്ട് പരിശോധിക്കേണ്ടത് നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു എന്നതാണ്. നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, നമ്മൾ ആരിൽ നിന്ന് ദീന് പഠിക്കുന്നു എന്നത്. രണ്ടാമത്തത്, നമ്മൾ പഠിക്കുന്ന വിജ്ഞാനങ്ങൾക്ക് അതിന് ആധികാരികമായ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ടോ എന്നത്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, നിങ്ങൾ പഠിക്കുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസമല്ല, അത് നിങ്ങളുടെ ദീനാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കുമെന്ന്, നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കുന്നു എന്ന് നോക്കുന്നതാണ്. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് നമുക്ക് ഈ വിദ്യാഭ്യാസങ്ങളെ നമുക്ക് ഓഫർ ചെയ്യുന്നത്, നമുക്ക് വിദ്യാഭ്യാസ സംവിധാനങ്ങളെ നമുക്ക് നൽകുന്നത് സമസ്തയാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇതിനേക്കാൾ മികച്ച ഒരു ഏജൻസി അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു കേന്ദ്രം, നമുക്ക് സമസ്തയേക്കാൾ മികച്ച ഒരു കേന്ദ്രം നമുക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതിന് സഹായകമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യം സ്വീകരിക്കാൻ നമുക്ക് ഇതുവഴി സാധ്യമാവുകയാണ്. നിങ്ങൾ പരിശോധിക്കണം, നമ്മുടെ SNEC-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2000-ൽ പരം വരുന്ന വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എത്ര തവണയാണ് അവർക്ക് നമ്മുടെ ബഹുമാന്യരായ ഉസ്താദുമാരുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്, അവരുടെ നസീഹത്തുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. ഇത് സമസ്തയുടെ നേരിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രം ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പല തവണകളായി നമ്മുടെ വിദ്യാർത്ഥിനികളോട് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ നിർവഹിക്കുന്നു. നമ്മുടെ മറ്റു പണ്ഡിതന്മാരും സാദാത്തുക്കളും ഒക്കെ അവർക്ക് വേണ്ടി അവരുടെ സമയങ്ങൾ മാറ്റിവെക്കുന്നു. ഇത് SNEC-യുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലമാണ്. കരിക്കുലം എന്ന അർത്ഥത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ സിലബസ് എന്ന അർത്ഥത്തിൽ SNEC കഴിഞ്ഞ ഒരു വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും പുതിയ അധ്യയന വർഷത്തിലേക്ക് നടപ്പിലാക്കാനിരിക്കുന്നതുമായ പദ്ധതികൾ ആധുനിക കാലത്തിന്റെ പുതിയ സങ്കേതങ്ങളെ മതപരമായ പ്രബോധന മേഖലയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ്. നമ്മുടെ പൗരാണികമായ മതവിജ്ഞാന ശാഖകൾ അതോടൊപ്പം തന്നെ ആ മതവിജ്ഞാന ശാഖകൾക്ക് പുറമെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ സങ്കേതങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. SNEC-യുടെ സിലബസ് അതിനുവേണ്ടി കേരളത്തിൽ വളരെ പ്രഗത്ഭരായ വ്യത്യസ്ത സ്ട്രീമുകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ, വ്യത്യസ്ത മേഖലകളിൽ റിസർച്ച് ചെയ്ത് ഗവേഷകരായിട്ടുള്ള വലിയ അക്കാഡമീഷ്യൻസിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള അക്കാഡമിക് കൗൺസിൽ സജ്ജീകരിക്കുകയും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ SNEC-യുടെ കോഴിക്കോട് ഓഫീസിൽ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വ്യത്യസ്ത മേഖലകളിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വ്യത്യസ്തമായ 30-ലധികം കിതാബുകൾ സജ്ജീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പൗരാണികമായ വിദ്യാഭ്യാസങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ആധുനികമായ ബോധന ശാസ്ത്രങ്ങളെ അവർക്ക് സമ്മാനിക്കുവാൻ കൂടി SNEC-ക്ക് സാധ്യമാവുകയാണ്. അപ്പൊ നമ്മൾ പാരമ്പര്യമായ കിതാബുകൾ, വിജ്ഞാന ശാഖകളൊക്കെ പുതിയ രീതിയിൽ, പുതുമയിൽ, ഭാവത്തിൽ പഠിപ്പിക്കപ്പെടുകയാണ് SNEC-യിലൂടെ. നമ്മുടെ SNEC-യുടെ അതിന്റെ ആദ്യത്തെ 2 വർഷങ്ങളിൽ വളരെ പ്രധാനമായി ശാസ്ത്രീയമായ ഭാഷാ പഠനത്തിനുള്ള വളരെ ഉയർന്ന അവസരങ്ങൾ നൽകപ്പെടുകയാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ഈ 3-4 മേഖലകളിലും
വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന രീതിയിൽ അറബി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കരിക്കുലം വഴിയാണ് ഓൺലൈൻ ഓഫ്ലൈൻ സമ്മിശ്രമായിട്ടുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. അതിനു പുറമെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ സ്കില്ലുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സിലബസിന്റെ ഭാഗമായിട്ട് തന്നെ അനേകം പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ 1ാം വർഷത്തിൽ അവർക്ക് റീഡിംഗ് സ്കില്ല് പരിപോഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ മാനുവൽ തയ്യാറാക്കി പരിശീലിപ്പിക്കുന്നു. അതുപോലെ തന്നെ 2ാം വർഷത്തിൽ അവർക്ക് അക്കാഡമിക് റൈറ്റിംഗ്, 3ാം വർഷത്തിൽ അവർക്ക് IT, സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ അവർക്ക് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലീഗൽ സ്റ്റഡീസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാനുവൽ തയ്യാറാക്കി ആ മാനുവലിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പരിശീലനങ്ങൾ നൽകുന്നത് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ SNAC ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള വ്യത്യസ്തമായ വിഷയങ്ങളിൽ അവർക്ക് ധാരണകൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവർക്കിപ്പോ ആദർശപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് തിയോളജിക്ക് വേണ്ടി പ്രത്യേകം മെറ്റീരിയൽ തയ്യാറാക്കി നമ്മുടെ SNACയുടെ കരിക്കുലം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയാണ്. SNACയുടെ ടൈറ്റിൽ തയ്യാറാക്കപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മുടെ കുട്ടികൾ ഇസ്ലാമിക് തിയോളജി, നമ്മുടെ ആദർശ പഠനങ്ങൾ അഭ്യസിക്കുകയാണ്. അതുപോലെ അവർക്ക് ബേസിക് സയൻസ് SNAC മൗലികമായി തയ്യാറാക്കിയിട്ടുള്ള അതിന്റെ മെറ്റീരിയലിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സയൻസിന്റെ വിവിധ ശാഖകൾ പഠിപ്പിക്കാൻ ഇവിടെ നമ്മുടെ ഈ കരിക്കുലം അതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുതിയ കാലത്ത് ഇസ്ലാമികമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് ഇസ്ലാമിനെ അഭിമാനകരമായി മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധ്യമാകുന്നതിന് വേണ്ടി പ്രൗഡ് ഇസ്ലാം എന്ന ഒരു രീതിയിൽ പ്രത്യേക മെറ്റീരിയൽ തയ്യാറാക്കി അതിന് ആനുകാലികമായ സമകാലികമായ വിഷയങ്ങളെ, അതിൽ യുക്തിവാദവുമായി ബന്ധപ്പെട്ട അതുപോലെ ലിബറലിസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിന്റെ മെക്കാനിസം കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മെറ്റീരിയൽ തയ്യാറാക്കി അതിന് കരിക്കുലം തയ്യാറാക്കി അതിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പരിശീലിപ്പിക്കുകയാണ്. അതുപോലെ സമസ്തയുടെ ചരിത്രം പഠിപ്പിക്കുന്ന തഖരീബ് തുറാസ് എന്ന പദ്ധതി നമ്മുടെ ഈ കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ ചരിത്രങ്ങളെ മറ്റു പലരും തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വക്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ആധികാരികമായി അതിനെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ചരിത്രത്തിന്റെ മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയാണ്. അതുപോലെ കുട്ടികളുടെ ഭാഷ, മലയാള ഭാഷയിൽ അവർക്ക് എഴുത്തും അതുപോലെ തന്നെ അവരുടെ ഭാഷാ പരിചയങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നല്ല മലയാളം എന്ന ഒരു മെറ്റീരിയൽ അവർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി അവർ പഠിച്ചു വളർന്ന് വലുതായി വരുമ്പോൾ അവർക്ക് PG പഠന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർക്ക് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലായി അവർക്ക് റിസർച്ച് പഠനത്തിനുള്ള അവസരങ്ങൾ നൽകപ്പെടുകയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും ആനുകാലികമായിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ്, അതുപോലെ ദഅവ ട്രെയിനിങ് തുടങ്ങിയ പരിശീലനങ്ങൾ നൽകപ്പെടുകയും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന വിഷയത്തിൽ പ്രഗത്ഭരായ റിസർച്ച് ഗൈഡുമാരുടെ കീഴിൽ ഗവേഷണം നടത്തി തയ്യാറാക്കിയ പ്രബന്ധം കൂടി സമർപ്പിക്കപ്പെടുമ്പോഴാണ് അവർ സനായികളായിട്ട് പുറത്തിറങ്ങുന്നത്. തുടർന്ന് ആ വിദ്യാർത്ഥിനികൾക്ക് ഉപരിപഠനത്തിന് ഉയർന്ന നമ്മുടെ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപരിപഠനത്തിന് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഉപരിപഠനത്തിനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് അവരെ ഏറ്റവും നല്ല ആലിമുകളാവുകയും ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുന്ന പുതിയ രീതിയിലും ഭാവത്തിലും ഭാഷയിലുമൊക്കെ സംവേദനങ്ങൾ നടത്താൻ ശേഷിയുള്ള ഏറ്റവും മികച്ച ആലിമുകളും ആലിമത്തുകളുമായി വാർത്തെടുക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഏറ്റവും നൂതനമായി വികസിപ്പിച്ചെടുക്കപ്പെട്ട ഒരു കരിക്കുലവും ഒരു സിലബസുമാണ് നമ്മുടെ SNACക്കുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് തീർത്തു പറയാം, സമസ്തയുടെ തണലിൽ, ആ മനോഹരമായ സമസ്തയുടെ ആധികാരികമായ ആ തണലിൽ നിന്നുകൊണ്ട് പഠിക്കുകയും ആ പഠനത്തോടൊപ്പം തങ്ങളുടെ കുട്ടികളുടെ വൈജ്ഞാനികമായി സുരക്ഷ ഉറപ്പുവരുത്തുകയും വ്യത്യസ്തമായ ഏറ്റവും ഫലപ്രദമായ ഏറ്റവും നൂതനമായ വൈജ്ഞാനിക അനുഭവങ്ങളെ സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കരിക്കുലം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ SNACയിലാണ്. കരിക്കുലം കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു സിസ്റ്റത്തെ, ഒരു സംവിധാനത്തെ അതിനെ സക്രിയമായി ചലിപ്പിക്കുന്ന ഒരു നേതൃത്വമാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ യൂണിറ്റാണ്.
നിങ്ങൾക്ക് SNECയുടെ ഓഫീസ് നിങ്ങൾ ഏത് സമയത്തും പോയാൽ കാണാൻ കഴിയും. അതിന്റെ SNEC യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി സംവിധാനം പ്രവർത്തിക്കുന്നത് പോലെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. സമസ്തയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ SNEC എന്ന് പറയുന്ന അതിന്റെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതിൽ അക്കാദമിക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു വിങ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു വിങ്, അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി മറ്റൊരു വിങ്, അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, കുട്ടികളുടെ വ്യത്യസ്തമായ പുരോഗതികളെ നിരന്തരമായി പരിശോധിക്കുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ഇവാലുവേഷൻ മെത്തേഡ്, അതുപോലെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റികൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി യൗബൽ ഇവിദായത്ത് തുടങ്ങി ഒരു യൂണിവേഴ്സിറ്റി സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹാരിതയും അനുഭൂതിയുമാണ്, വൈജ്ഞാനിക അനുഭവങ്ങളുമാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായ പഠനാസ്വാദനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ വൈജ്ഞാനികമായി ഏൽപ്പിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും ബലമുള്ള, ഏറ്റവും പാരമ്പര്യമുള്ള, ഏറ്റവും നല്ല ഗുരുത്വമുള്ള, വൈജ്ഞാനികമായിട്ട് ആധികാരികതയുള്ള കരങ്ങളിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം കൊള്ളാം. അള്ളാഹു സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ വൈജ്ഞാനിക ശ്രമങ്ങൾക്കും അള്ളാഹു തആല എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. അക്കാഡമിക് കൗൺസിൽ മെമ്പർ ബഹുമാന്യനായ മുജ്തബ ഫൈസി ഈ സംവിധാനത്തിന്റെ ഫലത്തെക്കുറിച്ചും പ്രവർത്തന രീതികളെ കുറിച്ചും വിശദീകരിക്കുകയുണ്ടായി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ സ്വഭാവത്തെക്കുറിച്ച് ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. SNECയുടെ പ്രധാനമായി 2 വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് SNEC പ്രവേശനം നൽകുന്നത്. ഒന്ന്, സ്കൂൾ 7ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ആൺകുട്ടികൾക്ക് ശരിയ പ്ലസ്, പെൺകുട്ടികൾക്ക് ഷീ പ്ലസ്. നിലവിൽ അവരുടെ അപേക്ഷയ്ക്കുള്ള സമയം അവസാനിച്ചു. പ്രവേശന പരീക്ഷ ഈ 21-ാം തീയതി, അതായത് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇൻഷാ അല്ലാഹ് വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. അതേസമയം നിലവിൽ അപേക്ഷ നൽകാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ അവസരം കിട്ടാതെ പോയവർക്ക് ഇൻഷാ അല്ലാഹ് അന്ന് സ്പോട്ട് രജിസ്ട്രേഷനുള്ള അവസരം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വിഭാഗം വിദ്യാർത്ഥികൾ SSLC കഴിഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. അവർക്കുള്ള സ്ട്രീമുകൾ ആൺകുട്ടികൾക്ക് ശരിയ, അതോടൊപ്പം തന്നെ ലൈഫ്, അതുപോലെ പെൺകുട്ടികൾക്ക് SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഷീ, അതോടൊപ്പം ലൈഫ്. ഈ സ്ട്രീമുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ വഴി snec.in എന്ന വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം അവരുടെ പ്രവേശന പരീക്ഷ മെയ് 12-നാണ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഈ പരീക്ഷ മുഴുവൻ നടക്കുന്നത് ഓൺലൈൻ മോഡിലാണ്. നിങ്ങൾ പരീക്ഷാ സെന്ററിലേക്ക് വരുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഡാറ്റ കണക്ഷൻ ഉണ്ടായിരിക്കണം. ആ മൊബൈലിലാണ്, ഓൺലൈനിലാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശരിയ പ്ലസ്, ഷീ പ്ലസ് പരീക്ഷകളാണ് ഏപ്രിൽ 21-ന് നടക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ രാവിലെ 9:30 മുൻപ് തന്നെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത പരീക്ഷാ സെന്ററുകളിൽ എത്തണം. കൃത്യം 10 മണിക്ക് ആരംഭിക്കുന്നു. 1 മണിക്കൂറാണ് ആകെ പരീക്ഷ ഉണ്ടാവുക. അതില് 100 മാർക്കാണ് ആകെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ആകെ 100-ആണ്. അതില് 90 മാർക്ക്, അതായത് 90 മാർക്സ് നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് വഴിയാണ് ലഭിക്കുന്നത്. ബാക്കി 10 മാർക്ക് വെയിറ്റേജ് ആയിരിക്കും. വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോസ്പെക്ടസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങളുടെ വിവിധ അക്കാഡമിക് പെർഫോമൻസ് നോക്കിക്കൊണ്ടാണ് വെയിറ്റേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വെയിറ്റേജ് ഒന്ന്, സമസ്ത മദ്രസ ടോപ്പ് പ്ലസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അവസാനം പരീക്ഷ എഴുതി നിങ്ങൾ 5ാം ക്ലാസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ 7ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ടോപ്പ് പ്ലസ് ഉണ്ടെങ്കിൽ 3 മാർക്ക്, ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ 2 മാർക്ക്, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 1 മാർക്ക്.
ഇനി ഹാഫിൾ ആണെങ്കിൽ 3 മാർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് LSS USS ഉൾപ്പെടെയുള്ള ടാലൻസ് എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ, ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്. അതോടൊപ്പം നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾ ശാസ്ത്രമേള, യുവജനോത്സവം, സാഹിത്യം, വിവിധ സാഹിത്യ മത്സരങ്ങൾ, മദ്രസ സർഗല ഉൾപ്പെടെയുള്ള സാഹിത്യ മത്സരങ്ങളിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി 2 മാർക്ക്. അതാണ് വെയിറ്റേജ് കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ആകെ 10 വെയിറ്റേജ് നിങ്ങൾക്ക് ലഭിക്കും. ആ വെയിറ്റേജ് എൻ്റർ ചെയ്യേണ്ട സമയം പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളെ ഒരു സമയമായിരിക്കും, അത് അറിയിക്കും. നിങ്ങളത് ഓൺലൈൻ വഴിയാണ്, വെബ്സൈറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി 90 മാർക്ക്, 90 മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞു. അതില് 2 പേപ്പറാണ് ഉണ്ടാവുക. അതായത് ഒന്ന് ജനറൽ പേപ്പർ, മറ്റൊന്ന് സബ്ജക്ട് പേപ്പർ. ജനറൽ പേപ്പർ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും 50 മാർക്കിന്. അതായത് 2 മാർക്കിന്റെ 25 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. സബ്ജക്ട് പേപ്പറിൽ 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക 40 മാർക്കിന്. 2 മാർക്കിന്റെ 20 ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോ ആദ്യം രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ജനറൽ പേപ്പർ ആയിരിക്കും, അരമണിക്കൂർ. അതിനുശേഷം അരമണിക്കൂർ സബ്ജക്ട് പേപ്പർ ആയിരിക്കും. ഇനി ഈ ജനറൽ പേപ്പറിന്റെ ഏരിയ ഏതൊക്കെയാണ്, ഏരിയാസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ജനറൽ പേപ്പറിൽ ചോദ്യങ്ങൾ വരിക എന്നാണ് പറയാൻ പോകുന്നത്. അവസാനം ഞാനൊരു 1-2 മോഡൽ ക്വസ്റ്റ്യൻസ് പറയുകയും ചെയ്യാം. ഒന്ന്, 4-5 ഏരിയകളിൽ നിന്നാണ് ജനറൽ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന്, സമസ്ത, നിങ്ങൾ വിവിധ മദ്രസകളിൽ പഠിച്ചവരാണല്ലോ. അപ്പോ ഏറ്റവും അവസാനം പഠിച്ച നിങ്ങളുടെ 5ാം ക്ലാസ് മദ്രസ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന്, നിങ്ങൾ സ്കൂളിൽ ഏറ്റവും അവസാനം സ്കൂളിൽ 7ാം ക്ലാസ് പഠിച്ചവരാണ്. ആദ്യം പറയാൻ പോകുന്നത് ശരിയ പ്ലസ് ആണ് പറയാൻ പോകുന്നത്. ശരിയ പ്ലസ് ആണ് 5ാം ക്ലാസ് മദ്രസ 5ാം ക്ലാസ്സിലെ വിഷയങ്ങൾ. മദ്രസ 5ാം ക്ലാസ്സിലെ വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് ശരിയ പ്ലസ്സിലാണ്. അതായത് 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക്. മറ്റൊന്ന് ശരിയ പ്ലസ്, ഈ അവരുടേത് സ്കൂൾ 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ്, അതിൽ 7 ചോദ്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ പൊതുവിജ്ഞാനം, അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ്, GK, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ IQ, റീസണിങ്സ്, ബ്ലഡ് റിലേഷൻസ്, സാധാരണ നമ്മുടെ ഈ മത്സര പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ. അതോടൊപ്പം തന്നെ 5ാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട, സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇങ്ങനെ 5 ഏരിയകളിൽ നിന്നാണ് ശരിയ പ്ലസ്സിലെ, അതായത് സ്കൂൾ 7ാം ക്ലാസ് കഴിഞ്ഞ് 21-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് ജനറൽ പേപ്പറിൽ അഭിമുഖീകരിക്കേണ്ടി വരിക. അത് ക്ലിയർ ആണല്ലോ. അങ്ങനെ 25 ചോദ്യങ്ങൾ 50 മാർക്കിന്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. 20 ചോദ്യങ്ങൾ 40 മാർക്കിന്. അതിലെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങള് ശരിയായാലും ശരിയ പ്ലസ് ആയാലും ഷീ പ്ലസ് ആയാലും നിങ്ങള് മത പണ്ഡിതകളും നേരത്തെ മുസ്തഫ ഫൈസി പറഞ്ഞതുപോലെ ആലിമുകളും ആലിമത്തുകളൊക്കെ ആകാനാണല്ലോ നിങ്ങൾ പോകുന്നത്. മതപണ്ഡിതന്മാരും മതപണ്ഡിതകളും ഒക്കെ ആകാനാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ മതപരമായ വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത ചോദ്യങ്ങളായിരിക്കും 20 ചോദ്യങ്ങളും. ഞാൻ മാതൃക അവസാനം പറയാം. അപ്പോ ശരിയ പ്ലസ് ഷീ പ്ലസ്, അതായത് 7ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ സ്ട്രീമുകളിലേക്ക് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ചോദ്യം, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് മനസ്സിലാക്കി കഴിഞ്ഞു. ജനറൽ പേപ്പർ ഉണ്ടാകും, സബ്ജക്ട് പേപ്പർ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിലെ ഏരിയകളും പറഞ്ഞു കഴിഞ്ഞു, വെയിറ്റേജും പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊന്നുള്ളത്, SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുന്ന ശരിയ, ഷീ ആൻഡ് ലൈഫ്. ഇതില് ഈ ശരിയ, ഷീ, ലൈഫ്, ഇവരുടെ പരീക്ഷ നടക്കുന്നത് നേരത്തെ പറഞ്ഞു മെയ് 12-നാണ് എന്നും പറഞ്ഞു. അതില് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആകെ 100 മാർക്കിനാണ് ഉണ്ടാവുക. അതില് ജനറൽ പേപ്പർ 25 മാർക്കിന്റെ 25 ചോദ്യങ്ങൾ 50 മാർക്കിന്. അതായത് 2 മാർക്കിന്റെ 25 ചോദ്യങ്ങൾ ജനറൽ പേപ്പർ. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഒരുപോലെ തന്നെയാണ്.
എന്നാൽ സബ്ജക്ട് പേപ്പറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിന്റെ നമ്പറിൽ, ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതായത് 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞു. ഇവിടെ SSLC കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 30 മാർക്കിന്. അതായത് 2 മാർക്കിന്റെ 15 ചോദ്യങ്ങൾ. അവിടെ വെയിറ്റേജ് 20 ഉണ്ടാകും. നേരത്തെ 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് 10 ആണെന്ന് പറഞ്ഞു. ഇവിടെ 20 വെയിറ്റേജ് ആണ് ഉണ്ടാവുക. ആ 20 വെയിറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, SSLC ഫുൾ A+ ആണെങ്കിൽ 6 മാർക്ക്, 9 A+ ആണെങ്കിൽ 4 മാർക്ക്, ബി 8 A+ ആണെങ്കിൽ 2 മാർക്ക്, അതുപോലെ തന്നെ സമസ്ത മദ്രസ ടോപ്പ്ലസ്, അതായത് 7ാം ക്ലാസ് ആണ് നിങ്ങൾ അവസാനം എഴുതിയതെങ്കിൽ അങ്ങനെ, അതല്ല 5ാം ക്ലാസ് ആണ് മദ്രസ അവസാനം എഴുതിയതെങ്കിൽ അങ്ങനെ, അതിന് 6 മാർക്ക്, ഡിസ്റ്റിങ്ഷന് 4 മാർക്ക്, ഫസ്റ്റ് ക്ലാസ്സിന് 2 മാർക്ക്, ഹാഫിൾ ആണെങ്കിൽ ഖുറാൻ മുഴുവൻ മനഃപ്പാഠമാക്കിയവരാണെങ്കിൽ 4 മാർക്ക്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവലിലെ വിവിധ മത്സരങ്ങൾ, കലാമത്സരം, നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രമേള, സർഗലയം, മദ്രസ കലാമേള ഉൾപ്പെടെയുള്ളവയിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി 2 മാർക്ക് ലഭിക്കും. അങ്ങനെയാണ് 20 മാർക്ക് ലഭിക്കുന്നത്. ഇത് എൻ്റർ ചെയ്യേണ്ട സമയം നിങ്ങളുടെ SSLC റിസൾട്ട് വന്നതിന് ശേഷം, ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷ മെയ് 12 എഴുതിയതിനു ശേഷമായിരിക്കാം SSLC റിസൾട്ട് വരിക. അപ്പോ അതിനുശേഷം നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് എൻ്റർ ചെയ്യാനുള്ള അത് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾ അത് ഇൻഫോം ചെയ്യും. ഇനി ഇതിന്റെ ഏരിയ, ഇപ്പോ ജനറൽ പേപ്പർ പറഞ്ഞു, സബ്ജക്ട് പേപ്പർ പറഞ്ഞു, അതിന്റെ എണ്ണം പറഞ്ഞു, അതിന്റെ മാർക്സും പറഞ്ഞു. ഇനി ഏരിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏരിയാസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ജനറൽ പേപ്പറിന്റെ SSLC കഴിഞ്ഞ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജനറൽ പേപ്പറിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഒന്ന് സമസ്ത മദ്രസ 7ാം ക്ലാസ് വിഷയങ്ങളാണ്. നേരത്തെ പറഞ്ഞത് 5ാം ക്ലാസ്സിലെ വിഷയമാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, അതായത് 21ാം തീയതി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലെ വിഷയങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ SSLC കഴിഞ്ഞ് എഴുതുന്ന വിദ്യാർത്ഥിനികൾക്ക് ജനറൽ പേപ്പറിന്റെ ഏരിയ സമസ്ത മദ്രസ 7ാം ക്ലാസ്സിലെ വിഷയങ്ങളായിരിക്കും. അതോടൊപ്പം SSLC വിഷയങ്ങൾ മറ്റൊരു ഏരിയ, 7 ചോദ്യങ്ങൾ SSLCയിലെ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ നിന്ന് വരും. മറ്റൊന്ന് പൊതുവിജ്ഞാനാണ്, കാലിക വിഷയങ്ങളാണ്. 4ാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് IQ ആണ്, റീസണിംഗ് ആൻഡ് റിലേഷൻസ് ഉൾപ്പെടെയുള്ളവ. മറ്റൊന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചോദ്യങ്ങൾ വരിക. അപ്പോ ഇതാണ് ജനറൽ പേപ്പറിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി സബ്ജക്ട് പേപ്പറിന്റെ ഏരിയ എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഷീ വിദ്യാർത്ഥിനികൾ പഠിക്കാൻ വരുന്നത് ആലിമുകളും ആലിമത്തുകളുമാകാനാണ്, മതപണ്ഡിതന്മാരുമാകാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മതപരമായ വിഷയങ്ങളായിരിക്കും അവരുടെ 15 ചോദ്യങ്ങൾ, 30 മാർക്കിന്റെ 15 ചോദ്യങ്ങളും ഉണ്ടാവുക മതപരമായ വിഷയങ്ങളായിരിക്കും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ലൈഫിൽ പരീക്ഷ എഴുതുന്ന, ലൈഫിൽ നമുക്ക് നിലവിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ഥാപനങ്ങളുണ്ട്. ആൺകുട്ടികളുടെ സ്ഥാപനവും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ സ്ഥാപനവും നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോ അതിൽ അപ്ലൈ ചെയ്യുന്ന സന്ദർഭത്തിൽ അപ്ലൈ ചെയ്തവർ മനസ്സിലാക്കേണ്ടുന്നത്, നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ സയൻസ് വിഷയങ്ങളായിരിക്കും. അതായത് നിലവിൽ ലൈഫ് എന്ന് പറയുന്നത് സയൻസ് ബയോളജി പ്ലസ് നീറ്റ് കോച്ചിങ് ആണ്. അതായത് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സയൻസ് ബയോളജിയോടൊപ്പം +2 സയൻസ് ബയോളജിയോടൊപ്പം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം മതപരമായ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. SNECയുടെ പ്രത്യേകമായ മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിലാണ് അതിന്റെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കപ്പാസിറ്റിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് ഈ പ്രവേശന പരീക്ഷയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സയൻസ് വിഷയങ്ങൾ നീറ്റ് പഠിക്കാൻ എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്ന് ഒരു അളക്കുന്ന ഒരു പരീക്ഷയായിരിക്കും ഉണ്ടാവുക. അപ്പോ ഈ ഏരിയകൾ, അതിന്റെ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു കാര്യം കൂടി, നിങ്ങൾ ഒരു പക്ഷേ SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിലവിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നിരിക്കെ നിങ്ങൾക്ക് ആൺകുട്ടികൾക്കാണെങ്കിൽ ശരിയ, അതോടൊപ്പം തന്നെ ലൈഫ് ബോയ്സിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ 2 പരീക്ഷയും അതേ ദിവസം തന്നെയാണ് ഉണ്ടാവുക. ജനറൽ പേപ്പർ നിങ്ങൾ 1 എഴുതിയാൽ മതി. അതിനുശേഷം തൊട്ടുടനെ നിങ്ങൾക്ക് ശരിയയുടെ സബ്ജക്ട് പേപ്പർ എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് ലൈഫിന്റെ
പേപ്പർ നിങ്ങൾക്ക് എഴുതാനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾക്കൊരു ഉച്ചയുടെ മുൻപായിട്ട് നിങ്ങൾക്ക് മുഴുവൻ പൂർത്തിയാക്കാനും കഴിയും. ഇനി പെൺകുട്ടികൾക്കും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈഫ് ഗേൾസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആദ്യം ജനറൽ പേപ്പർ, അത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ പരീക്ഷ എഴുതുന്നു. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് ഗേൾസിന്റെ പേപ്പറും പരീക്ഷയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഞാൻ അതിന്റെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു മാതൃക കൂടി പറഞ്ഞ് ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പൊ നേരത്തെ ഏരിയകളൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നിങ്ങൾക്ക് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേണ്ടത് എങ്കിൽ നിങ്ങൾ അവിടെ ഒപ്റ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒപ്റ്റ് ചെയ്യണം. അതല്ല തമിഴോ കന്നഡയോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഒപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക. ഏത് ലാംഗ്വേജിലാണെങ്കിലും ക്വസ്റ്റ്യൻ ഒന്ന് തന്നെയായിരിക്കും. അതിന്റെ ആ ഭാഷ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഉദാഹരണം കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ഒന്ന് വായിച്ചു പോകാം. പിന്നെ നിങ്ങളത് നേരത്തെ ഏരിയ പറഞ്ഞല്ലോ, ആ ഏരിയ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. മാത്രമല്ല SSOയുടെ നിലവിൽ നമ്മുടെ സ്ട്രീമിൽ SNECയിൽ പഠിക്കുന്ന വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ അവര് തയ്യാറാക്കിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവർ വളരെ ഭംഗിയായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ ഓറിയന്റേഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ഭാഗവാക്കായി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതുമാണ്. ഇപ്പൊ ഉദാഹരണം സംഘടനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, ഇപ്പോ ചോദ്യം ഒരു എക്സാമ്പിൾ ഒരു ചോദ്യം ചോദിക്കാം. വിച്ച് സബ് വിങ് ഓഫ് SKSO വർക്ക്സ് ഫോർ ദി ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ് ഇൻ ദി എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ. ഈ കരിയർ എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന SKSFന്റെ സബ് വിങ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യൻ ടൈപ്പ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് മുഴുവൻ OMR ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതായത് ഇങ്ങനെ ചോദ്യം ഉണ്ടാകുന്നു, അതിനു താഴെ 4 ഓപ്ഷൻ തരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ചോദ്യത്തിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ A ട്രെൻഡ് എന്ന് കൊടുക്കും, B അസ്മി എന്ന് കൊടുക്കുന്നു, C വികായ എന്ന് കൊടുക്കുന്നു, D ഇബാദ് എന്ന് കൊടുക്കുന്നു. അപ്പൊ അതിൽ നിങ്ങൾ ശരിയായ ഉത്തരത്തിനു നിങ്ങൾ അത് മാർക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതാണ് ഒരു ചോദ്യത്തിന്റെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ. അങ്ങനെ വിവിധ സമസ്തയുടെ വിവിധ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട്, സമസ്തയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്, പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, നേതാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോ വ്യാകരണവുമായി ബന്ധപ്പെട്ട്, ഇപ്പോ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അറബിയില് റഅയ്തു നജ്മ എന്നിട്ട് അർത്ഥമൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ. അപ്പോ അതിനുശേഷം ഡാഷ് സമാ എന്നെഴുതി. അപ്പൊ അവിടെ ഫിൽ ചെയ്യേണ്ടതുണ്ട്. റഅയ്തു നജ്മ ഡാഷ് ഇല സമാഇ എന്ന്. അപ്പൊ അവിടെ ഓക്കെ. അപ്പൊ എല് ഫി എന്ന് വന്നു, ബിയില് ഇല എന്ന് വന്നു, സി മിൻ, ഡി അല എന്ന് വന്നു. അപ്പൊ അവിടെ 4 ഓപ്ഷൻ വന്നു. നിങ്ങൾ അത് പരീക്ഷയ്ക്ക് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, ഗുഡ്. ഇനി അതോടൊപ്പം മറ്റൊരു ചോദ്യം, ഇപ്പോ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം. റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ ഇഫ് ദി വെയ്റ്റ്സ് ഓഫ് 24 men working for 9 days in, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു 9 ദിവസത്തേക്ക് 24 പേര് ജോലി ചെയ്യുന്നു. അവരുടെ കൂലി 25,920 രൂപയാണെങ്കിൽ 13 പേർക്ക് 13 ദിവസത്തേക്ക് ജോലി ചെയ്യുമ്പോൾ എത്രയായിരിക്കും കൂലി എന്ന് ചോദിക്കുന്നു. അപ്പൊ അതിന്റെ താഴെ 4 ഓപ്ഷൻ ഉണ്ടാകും. അതിലൊന്ന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. ഞാൻ അതിന്റെ റൂട്ടിലേക്കും അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇതാണ് ജനറൽ പേപ്പറിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞു, സബ്ജക്ട് എന്ന് പറയുന്നത് ഈ ശരിയ, ഷീ, അതുപോലെ ശരിയ പ്ലസ് ഷീ പ്ലസ്, ഇവരുടെ സബ്ജക്ട് എന്ന് പറയുന്നത് മതപരമായ വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അറബിയില് അബ്ദുറഹ്മാൻ എന്റെ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നു
എന്നത് എങ്ങനെ അറബിയിൽ എഴുതും? അപ്പോ താഴെ ഒരു 4 കൊടുത്തിട്ടുണ്ടാകും. അത് എഴുതിയാൽ മതി. ഇനി വേറൊരു ചോദ്യമാണെങ്കിൽ, ഇപ്പൊ സക്കാത്തിന്റെ അവകാശികളിൽ ഇബ്നു സബീൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എണ്ണുന്നുണ്ട്. അപ്പൊ അത് ആരാണ്? അത് ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, അതല്ല പിന്നെ യാത്രക്കാരനാണോ എന്ന് ഒരു 4 ഓപ്ഷൻ അവിടെ കൊടുക്കും. അപ്പൊ നിങ്ങൾ അതിന്റെ ശരിയായ ഉത്തരം എഴുതണം. ഇനി ലൈഫ് ആണെങ്കിൽ ലൈഫ് നേരത്തെ പറഞ്ഞു നീറ്റ് സയൻസ് ബയോളജി പ്ലസ് നീറ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾ മുഴുവൻ സയൻസ് ഓറിയന്റഡ് ആയിരിക്കും. ക്ഷമിക്കണം, പ്രത്യേകിച്ച് നീറ്റ് ഓറിയന്റഡ് ആയിരിക്കും. അതായത് അവര് ബയോളജി അതിന് കത്രോ കപ്പാസിറ്റി എന്നുള്ള അളക്കുന്നതായിരിക്കും. ഉദാഹരണം, 1-2 ചോദ്യത്തിന് ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ബയോഗ്യാസിൽ അടങ്ങിയ ഘടകം ഏതാണെന്ന് ചോദിക്കും. അവിടെ ഒരു 4 ഓപ്ഷൻ കൊടുക്കും. യുറേനിയം കൊടുക്കും, പിന്നെ മീതെയിൻ കൊടുക്കും, അങ്ങനെ വേറെ 2-3 കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു 4 കൊടുക്കും ഓപ്ഷൻ. അപ്പോ അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യമാണെങ്കിൽ, DNA ഏതു ഭാഗമാണ് പ്രോട്ടീൻ വിവരങ്ങൾ നൽകുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദി DNA പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ എ പ്രോട്ടീൻ? അപ്പോ അവിടെ പിന്നെ ഓപ്ഷൻ കൊടുക്കും. ക്രോമസോൺ കൊടുക്കും, RNA കൊടുക്കാം, ജീന് കൊടുക്കാം. അപ്പോ ഇതായിരിക്കും ചോദ്യത്തിന്റെ ഒരു സ്വഭാവം. അപ്പൊ ചോദ്യത്തിന്റെ സ്വഭാവം ക്രോമസോൺ അല്ല. ഏതാണ്? DNA ഏത് ഭാഗമാണ് പ്രോട്ടീൻ വിവരങ്ങൾ നൽകുന്നത്? വിച്ച് പാർട്ട് ഓഫ് ദി DNA പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ എ പ്രോട്ടീൻ? ഓക്കെ, ഉത്തരം ആരോ പറഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാനുള്ള ഇപ്പൊ അവസരം ഉണ്ടാവും, പക്ഷെ പരീക്ഷയ്ക്ക് അത് ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ചു വരണം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അള്ളാഹു നമുക്ക് ജീനാണ് ഉത്തരം. അള്ളാഹു നമ്മുടെ എല്ലാവരെയും നല്ല നിലയിൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ ആമുഖ സംസാരത്തിൽ പറഞ്ഞതുപോലെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാനുള്ള ചില സെഷനുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് വിശാലമായ ഉത്തരങ്ങളല്ല. ഉത്തരങ്ങളിലേക്കുള്ള സൂചനകൾ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. കൃത്യമായ ഉത്തരങ്ങൾ എന്നുള്ളത് നമ്മൾ സിസ്റ്റത്തിന്റെ കൂടെ ചേർന്ന് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഉത്തരങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ കുറച്ചാളുകളെങ്കിലും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും. SNEC എന്താണെന്നതിനെ കുറിച്ചും സ്നീറ്റ് അഥവാ SNEC എൻട്രൻസ് എക്സാം ടെസ്റ്റ് എന്താണെന്നതിനെ കുറിച്ചും SNECയുടെ കരിക്കുലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഇവിടെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ സംസാരിക്കുന്നത് SNECയുടെ കോ കരിക്കുലം അഥവാ കരിക്കുലം കോ കരിക്കുലം നമ്മളൊക്കെ ധാരാളം കേട്ടതാണ്. 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഒരു UP സ്കൂൾ കഴിഞ്ഞ കുട്ടികൾക്ക് തന്നെ അറിയാം എന്താണ് കരിക്കുലം, എന്താണ് കോ കരിക്കുലം. കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യ വിഷയങ്ങളാണ്. കോ കരിക്കുലം എന്ന് പറഞ്ഞാൽ പാഠ്യേതര വിഷയങ്ങളാണ്, പഠനത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. സാധാരണ കരിക്കുലവും കോ കരിക്കുലം തമ്മിൽ വ്യത്യാസം പറയപ്പെടാറ് കരിക്കുലം എന്നത് മാർക്ക് അടിസ്ഥാനത്തിലാണ്. അഥവാ കരിക്കുലം സിലബസുമായി ബന്ധപ്പെട്ട പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന് മാർക്ക് കിട്ടും. കോ കരിക്കുലത്തിന് നമുക്ക് മാർക്ക് കിട്ടാറില്ല. അഥവാ പക്ഷെ അതേസമയം മാർക്ക് കിട്ടുന്ന കരിക്കുലത്തെ പരിപോഷിപ്പിക്കാൻ അതിനുള്ള സപ്ലിമെന്റ് ഒരു കഴിവുകൾ ലഭിക്കാനുള്ളതാണ് കോ കരിക്കുലം പ്രവർത്തനങ്ങൾ. പക്ഷെ SNEC ഈ ഒരു ഡെഫിനിഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് SNEC അതിന്റെ കരിക്കുലത്തിൽ എന്ന പോലെ തന്നെ കോ കരിക്കുലം പ്രവർത്തനങ്ങൾക്കും കൃത്യമായി മാർക്കും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോ ഇയറുകളിലും നിങ്ങൾ പഠിക്കുന്ന ഓരോ ഇയറുകളിലെയും ഈവൻ സെമസ്റ്റർ അഥവാ ഒരു അധ്യയന വർഷത്തിൽ ഓഡ് സെമസ്റ്റർ ഉണ്ടാവും, ഈവൻ സെമസ്റ്റർ. ഓഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ വർഷത്തിന്റെ ആദ്യത്തിലുള്ള സെമസ്റ്റർ, ഈവൻ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ വർഷത്തിന്റെ അന്ത്യത്തിലുള്ള സെമസ്റ്റർ. ഈ വർഷത്തിന്റെ അന്ത്യത്തിലുള്ള ഈവൻ സെമസ്റ്ററിൽ 50 മാർക്ക് നിങ്ങൾക്ക് പാഠ്യേതര വിഷയങ്ങൾക്കാണ്. നിങ്ങൾ ഒരു വർഷം പെർഫോം ചെയ്ത കാഴ്ചവെച്ച പാഠ്യേതര പ്രവർത്തനങ്ങൾക്കാണ് 50 മാർക്ക് നിങ്ങൾക്ക് നൽകുന്നത്. ഈ 50 മാർക്ക് നിങ്ങളുടെ റാങ്കിനെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒരു സമയത്ത് കഴിഞ്ഞ വർഷം സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1ാം ക്ലാസ്സിലെ
അഥവാ ഹാനവിയ 1ാം വർഷത്തിലെ വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത സമയത്ത് അവരോട് SNEC നിങ്ങളൊന്ന് നിർവചിക്കുവോ എന്ന് ചോദിച്ചു. അഥവാ ഒരു 4-5 മാസം സിസ്റ്റത്തിൽ പഠിച്ച കുട്ടികളാണ്. അവരോട് നിങ്ങൾ SNEC ഒന്ന് നിർവചിക്കാൻ പറഞ്ഞ സമയത്ത് ഒരു കുട്ടി പറഞ്ഞത് ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ട്, എപ്പോഴും ഓർത്തു പോവാണ്. ആ കുട്ടി പറഞ്ഞു, SNEC വാല്യൂസ് എവറിത്തിങ്. SNEC എല്ലാ കാര്യങ്ങളെയും, കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും മൂല്യമുള്ളതായി കാണുന്നു എന്നാണ് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു കുട്ടി 4 മാസത്തിന് ശേഷം SNEC എന്ന് നിർവചിച്ച് പറഞ്ഞിട്ടുള്ളത്. അഥവാ SNEC അതിന്റെ ആ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് അതിനൊരു വാല്യൂ, ഒരു മാർക്കും SNEC നൽകുന്നുണ്ട്. SNEC അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ കോ കരിക്കുലം പ്രവർത്തനങ്ങൾക്ക് 50 മാർക്ക് നൽകുന്നു. ഈ 50 മാർക്ക് നിങ്ങളുടെ വർഷാന്ത്യ സെമസ്റ്ററിൽ അഥവാ ഈവൻ സെമസ്റ്ററിന്റെ ഗ്രേഡ് കാർഡിൽ 50 മാർക്ക് രേഖപ്പെടുത്തും. അതിലെ 10 മാർക്ക് എന്നത് നിങ്ങളുടെ മെന്ററിങ് എന്നൊരു സിസ്റ്റത്തിനാണ്. മെന്ററിങ് എന്ന് പറഞ്ഞാല് അത് പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലും സിസ്റ്റങ്ങളിലൊക്കെ ഉള്ളതാണ് മെന്ററിങ്. അഥവാ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഫോക്കസ്ഡ് രീതികൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു മെന്ററിങ് ഹാൻഡ് ബുക്ക് ഓരോ കുട്ടികൾക്കുണ്ടാവും. ഇതിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ ഓരോ സമയത്തും വായിക്കുന്ന പുസ്തകങ്ങൾ അതിൽ കൃത്യമായിട്ട് എഴുതും. നിങ്ങൾക്ക് നേടുന്ന അച്ചീവ്മെന്റുകൾ, നേട്ടങ്ങൾ, ഇത് SNECയുടെ ഉള്ളിൽ നിന്നാവട്ടെ SNECയുടെ പുറത്ത് നിന്നാവട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, നിങ്ങളുടെ രചനകൾ, നിങ്ങൾ ചിലപ്പോൾ കവിതകൾ എഴുതുന്ന കുട്ടികളുണ്ടാവും, ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്ന കുട്ടികളുണ്ടാവും, കഥകൾ എഴുതുന്ന കുട്ടികളുണ്ടാവും, ഇതും ആ ബുക്കിൽ രേഖപ്പെടുത്തും. പിന്നെ നിങ്ങൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, രാജ്യത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ അഥവാ ഔട്ട്റീച്ച് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഔട്ട്റീച്ച് കമ്മ്യൂണിറ്റി പ്രോഗ്രാം, പുറത്തു നിന്നുള്ള നമ്മുടെ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു അതടക്കമുള്ള ഒരു കുട്ടി ചെയ്യുന്ന A to Z കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്ന ബുക്കാണ് മെന്ററിംഗ് ബുക്ക്. ഈ മെന്ററിംഗ് എന്ന സിസ്റ്റം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടികൾക്ക് ഡബിൾ കെയറിങ് കിട്ടുക എന്നുള്ളതാണ്. ക്ലാസ് അധ്യാപകന്റെ ഒരു കെയറിങ് കുട്ടിക്ക് കിട്ടും, അതേസമയം ക്ലാസ് അധ്യാപകന്റെ പുറമെ മെന്റർ എന്ന റോളിൽ കൂടെ കുട്ടിക്ക് ഒരു കെയറിങ് കിട്ടണം. അപ്പൊ കുട്ടിന്റെ എല്ലാ വിഷയങ്ങളും, കുട്ടിയുടെ അക്കാദമിക വിഷയങ്ങളാവട്ടെ, മറ്റു വിഷയങ്ങളാവട്ടെ, മാനസിക വിഷയങ്ങളാവട്ടെ, ശാരീരിക വിഷയങ്ങളാവട്ടെ, കുട്ടിയുടെ മറ്റു ബഹുമുഖ കാര്യങ്ങളിൽ മുഴുവനും ശ്രദ്ധ പതിപ്പിക്കുന്ന സിസ്റ്റമാണ് മെന്ററിങ്. ഈ ബുക്ക് ഓരോ വർഷത്തിന്റെ അന്ത്യത്തിലും അവസാനത്തിലും പരിശോധിച്ചിട്ട് 10 മാർക്ക് ഈ ബുക്കിനാണ് നൽകപ്പെടുന്നത്. രണ്ടാമത്തത് ടാലൻസ് മീറ്റ് ആണ്. SNEC ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക പദങ്ങളും തന്നെ അത് യുണീക്കാണ്, വ്യതിരക്തമാണ്. നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളിൽ കാണാൻ കഴിയാത്ത, ഇതുപോലെയുള്ള സമ്പ്രദായങ്ങളോ സംവിധാനങ്ങളോ കാണാൻ കഴിയാത്ത ഒരുപാട് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ SNEC സമൂഹത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ടാലൻസ് മീറ്റ്. നമ്മൾ സമാജങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ സമാജങ്ങളിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന പ്രസംഗങ്ങൾക്കും പാട്ടുകൾക്കും ബുക്ക് പ്രസന്റേഷൻ ആവട്ടെ, ബുക്ക് റിവ്യൂ ആവട്ടെ, മറ്റു ഡിബേറ്റുകളാവട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് മാർക്കാണ്. ആഴ്ചയിൽ കോളേജുകളിൽ നടക്കും, മാസങ്ങളിൽ കോളേജിലെ മൊത്തം കുട്ടികൾക്കിടയിൽ നടക്കും, വർഷത്തിൽ കോളേജ് തലത്തിൽ നടക്കും, പിന്നെ വർഷത്തിൽ സംസ്ഥാന തലത്തിൽ ഇന്റർസോൺ ടാലൻസ് മീറ്റ് നടക്കും. ഇങ്ങനെയുള്ള നിങ്ങൾ ആഴ്ചയിൽ അവതരിപ്പിക്കുന്നതിന്, മാസങ്ങളിൽ അവതരിപ്പിക്കുന്നത്, വർഷത്തിൽ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ എല്ലാ പെർഫോമൻസും കണക്കിലാക്കി 25 മാർക്ക് അതിനു വേണ്ടിയിട്ടാണ് കോ കരിക്കുലം ഇവാലുവേഷൻ മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ 5 മാർക്ക് യൗമുൽ ഇബ്ദാ എന്ന് പറയും. ഇബ്ദാ എന്നത് ഒരു അറബി പദമാണ്, അതിന് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ള സംഗതികൾ നമ്മൾ കണ്ടെത്തുക എന്നതാണ്. നിങ്ങൾക്ക് SNECയുടെ അക്കാദമിക് കലണ്ടർ പരിശോധിച്ചാൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ 2023-24 അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ SNECയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതിലൊരു ദിവസം ഉണ്ടാവും യൗമുൽ ഇബ്ദാ. ഈ യൗമുൽ ഇബ്ദാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മതവിദ്യാഭ്യാസം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ശാസ്ത്രീയമായ വാസനകളുടെ കുട്ടികൾ ഉണ്ടാവും, മതപരമായ വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടെത്തുന്ന കുട്ടികൾ ഉണ്ടാവും, സാങ്കേതിക കഴിവുകൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ എന്ന് പറയുന്നത് IT മേഖലയിൽ ഒരുപാട് കഴിവുകളും സ്കില്ലുകളുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് ഏത് മേഖലയാവട്ടെ അതിൽ പുതുമയുള്ള ഒരു സംഗതി, ഒരു ചിന്ത, ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനും അത് പ്രസന്റ് ചെയ്യാനുള്ള ദിവസമാണ് യൗമുൽ ഇബ്ദാ. ഇത് കോളേജ് തലത്തിൽ മത്സരം നടക്കും. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലത്തിൽ വലിയ വലിയ ജഡ്ജിമാരുടെ, വലിയ വലിയ ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു ഇവാലുവേഷൻ നടക്കും. അതിൽ നിങ്ങൾ മികച്ച നേട്ടം കൈവരിക്കുന്ന കുട്ടികൾക്ക് SNECയുടെ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിങ്ങളുടെ പേരുകൾ കൊടുക്കും. നിങ്ങളുടെ കണ്ടുപിടുത്തം എന്താണ് അതിൽ രേഖപ്പെടുത്തും. അങ്ങനെ പിൽക്കാലത്ത് SNEC ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്തപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ പ്രധാനികളായ ആളുകളായി മാറും. അതിന്റെ ഒരു തുടക്കമാണ് നമ്മുടെ യൗമുൽ ഇബ്ദാ. അതിന് 5 മാർക്കാണ്. പിന്നെ കാസ്കേഡിങ്.
കാസ്കേഡ് എന്ന വാക്കിന് അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. അതേസമയം അതിന് മറ്റൊരു അർത്ഥം ഷെയറിംഗ് നോളജ്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വിജ്ഞാനം പരസ്പരം കൈമാറുക എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. നിങ്ങൾ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കഴിവുകളും വിജ്ഞാനങ്ങളും മറ്റു കോളേജിലെ കുട്ടികളുമായി നിരന്തരം നിങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രോഗ്രാമാണ് കാസ്കേഡിംഗ്. അതിന് വിശാലമായ അതിന്റെ മാനുവലുകളും അതിന്റെ ഇവാലുവേഷൻ രീതികളൊക്കെ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് 5 മാർക്കാണ്. പിന്നെ മറ്റു നിങ്ങളുടെ അതർ പെർഫോമൻസ് ആൻഡ് ആക്ടിവിറ്റീസ് 5 മാർക്ക്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് 50 മാർക്ക് നിങ്ങളുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാഠ്യേതര പ്രവർത്തനം ഒന്നും തന്നെ നിങ്ങൾ വെറുതെ സമയം കളയാനോ മറ്റോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെലവഴിക്കുന്ന ഓരോ മൊമെന്റുകളും SNEC സിസ്റ്റത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ മൊമെന്റുകളും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷങ്ങളും നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മളെ സമയങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നതുപോലെ തന്നെ SNECയിൽ നിങ്ങൾ വരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. അതിന് നിങ്ങൾക്ക് കൃത്യമായ അതിന് ഒരു ഇവാലുവേഷനും അതിനുള്ള മാർക്കുകളും നിങ്ങൾക്ക് നൽകപ്പെടും. പിന്നെ എന്തുകൊണ്ട് SNEC ഇത്രയും വ്യതിരക്തമായി ഇത്രയും കാര്യങ്ങൾ SNEC ചെയ്യുക എന്നതിന് നോർമലി നമുക്ക് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഉത്തരം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ ഭൗതിക സമന്വയ മേഖലയിലെ മതവിദ്യാഭ്യാസ മേഖലയിലെ പുതിയൊരു സംരംഭമാണ് SNEC. അത് ജനിച്ചിട്ട് 1 വർഷമാണ്. കഴിഞ്ഞ മാർച്ച് 16 പൂർത്തിയായത്. ഇപ്പൊ 2ാം വർഷത്തിലേക്ക് ജസ്റ്റ് പ്രവേശിക്കുന്നേ ഉള്ളൂ. അപ്പൊ നോർമലി ഒരു പുതിയ പ്രൊഡക്റ്റ് ആവുമ്പോൾ അതിന് പുതുമകൾ ഉണ്ടാവും എന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിലപ്പുറം SNECയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും അത് ഡിസൈൻ ചെയ്യുന്നത്, അത് ഡെവലപ്പ് ചെയ്യുന്നത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. ഒരുപാട് വിദ്യാഭ്യാസ വിചക്ഷണരും ഒരുപാട് വ്യത്യസ്തമായ മേഖലയിൽ കഴിവുള്ള ആളുകൾ നിരന്തരം ഇരുന്ന് ദീർഘമായി സംസാരിച്ച് പ്രവർത്തിച്ച് അതിന്റെ ഒരുപാട് ഓറിയന്റേഷനുകളും വർക്ക്ഷോപ്പുകളും ട്രെയിനിങ്ങുകളും നടത്തിയതിന്റെ പുറത്താണ് SNEC അതിന്റെ കരിക്കുലവും കരിക്കുലം പ്രവർത്തനങ്ങൾ അത് ചിട്ടപ്പെടുത്തുന്നതും അത് രൂപീകരിക്കുന്നതും അത് വികസിപ്പിച്ചെടുക്കുന്നതും. ഈ കരിക്കുലത്തിലെ വലിയൊരു ഭാഗം നിർവഹിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥി യൂണിയനാണ്, വിദ്യാർത്ഥി സംഘടനയാണ്. SNEC സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ, SSO എന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന ആ SSO ആണ് ഇപ്പം നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമും ഇത് കണ്ടക്ട് ചെയ്തുള്ള SSO ആണ്. സുപ്രഭാതവുമായി സഹകരിച്ചിട്ട് SSO ആണ് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. SSO അതിന് വളരെ നല്ലൊരു ചട്ടക്കൂടും നല്ല കൃത്യമായ ഒരു ഫ്രെയിം SSO ഉണ്ട്. അതിന്റെ സെൻട്രൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് കൂടാതെ അതിന് കൾച്ചറൽ സ്ഫിയർ, കുട്ടികളുടെ കലാ സാംസ്കാരികമായ കഴിവുകൾക്ക് നേതൃത്വം നൽകാൻ കൾച്ചറൽ സ്ഫിയർ എന്നൊരു വിങ് ഉണ്ട്. കുട്ടികളുടെ സാഹിത്യ കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാൻ ലിറ്റററി ക്ലബ് ഉണ്ട്. കുട്ടികളുടെ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ മീഡിയ ഹബ് ഉണ്ട്. പുതുമയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ ക്രിയേറ്റീവായുള്ള കാര്യങ്ങളെ കണ്ടെത്താനും അതിന് വേദി ഒരുക്കാനും ക്രിയേറ്റീവ് കമ്മ്യൂൺ തുടങ്ങി വ്യത്യസ്തമായ സബ് വിങ്ങുകളും കുട്ടികളെ സോണലായിട്ട് പ്രാദേശികമായി കുട്ടികളെ സംഘടിപ്പിക്കാനും സമസ്തക്കും SNECക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കുട്ടികൾക്ക് വ്യത്യസ്തമായ സോണൽ കമ്മിറ്റികൾ അടക്കമുള്ള വിശാലമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് SSO. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നമ്മുടെ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്ന SNECയുടെ പ്രോഗ്രാമായിരുന്നു SNEC ടാലൻസ് മീറ്റ്. ഈ ടാലൻസ് മീറ്റിന്റെ A to Z കാര്യങ്ങൾ ചെയ്തത് അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ SNEC സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ ആണ്. പെൺകുട്ടികൾക്ക് ഒരു വിങ് ഉണ്ട്, ആൺകുട്ടികൾക്ക് ഒരു വിങ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ മുൻമാതൃകളില്ലാതെ നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ കണ്ടതാണ്. അത് കൃത്യമായി കഴിഞ്ഞൊരു വർഷം അത് ചലിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തി, മേഖലകൾ കണ്ടെത്തി, മനസ്സിലാക്കി താൽക്കാലികമായ ഒരു ബൈലോ വെച്ച് അവർ മുന്നോട്ട് പോയി. ഇന്ന് അവരുടെ ഔദ്യോഗികമായ ബൈലോ SNECയുടെ 26ാമത്തെ അക്കാദമിക് കൗൺസിലിൽ ഏപ്രിൽ മാസം അഥവാ ഈ മാസം അതിന്റെ പുതിയ ബൈലോക്ക് SNECയുടെ അക്കാദമിക് കൗൺസിൽ അപ്രൂവൽ കൊടുത്ത് അവർ കാത്തിരിക്കുകയാണ്. ഇനി അവരുടെ അടുത്ത വർഷം അഥവാ നിങ്ങളൊക്കെ കടന്നു വരുന്ന 2024-25 അധ്യയന വർഷത്തിന്റെ ഇയർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 മുതൽ ഈ 2024-25 അക്കാദമിക് വർഷം അവസാനിക്കുന്ന മെയ് ലാസ്റ്റ് വരെയുള്ള പ്രവർത്തനങ്ങളെ അവര് ഇന്ന് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനുള്ള ഇയർ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ക്യാമ്പനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ അതിന്റെ ബെനഫിഷ്യറീസ് ആണ്, അതിന് പ്രയോജനം കിട്ടിയ ആളുകളാണ്. അതിന്റെ പ്രയോജനത്തിന് പുറത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ മീറ്റിംഗിൽ സംഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാനുള്ളത്. 10 മിനിറ്റ് സമയമാണ് ഞാൻ പറഞ്ഞതുപോലെ എടുത്തിട്ടുള്ളത്. ഇനി കുറഞ്ഞ സമയം ഇതിന്റെ
സംഘാടകര് അനുവദിക്കുന്നത് മുറക്ക് കുറഞ്ഞ സമയം നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാ ആളുകളും മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാതെ നിങ്ങൾ ഒരാൾ ചോദിക്കുന്ന സമയത്ത് മറ്റാളുകൾ ചോദിക്കാതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകര് കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകും. അതുമായി നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.